സംസ്ഥാന യുവജന കമ്മീഷൻ നമ്മുടെ സംസ്ഥാനത്ത് യുവജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ്. യുവജനങ്ങളുടെ സാമൂഹ്യ പുരോഗതിക്കും ശാക്തീകരണത്തിനും വേണ്ടി വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് സംസ്ഥാന യുവജന കമ്മീഷൻ. തീർച്ചയായും സംസ്ഥാന യുവജന കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊന്നും ഇത്തരമൊരു ചടങ്ങിൽ വെച്ച് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ സംസ്ഥാന യുവജന കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ്. വനിതാ കമ്മീഷൻ പോലെ, മനുഷ്യാവകാശ കമ്മീഷൻ പോലെ 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവരുടെ ഏത് വിഷയത്തിലും സംസ്ഥാന യുവജന കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമായതുകൊണ്ട് തന്നെ ആ സ്ഥാപനം സ്വാഭാവികമായും ഹിയറിങ്ങിലൂടെയും അദാലത്തിലൂടെയും നിങ്ങളുടെ വിഷയങ്ങൾ, പരാതികൾ പരിഹരിക്കും. അങ്ങനെ ഒരു സമിതിയാണ് സംസ്ഥാന യുവജന കമ്മീഷൻ എന്ന് സംസ്ഥാനത്തെ യുവജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ യുവജന കമ്മീഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി യുവജന കമ്മീഷൻ നടത്തിയ വ്യത്യസ്തമായ ക്യാമ്പയിനിൽ കൂടി ഏതാണ്ട് ഇപ്പോൾ യുവജന കമ്മീഷനിലേക്ക് വിവിധ വിഷയങ്ങളുമായി സമീപിക്കുന്ന യുവജനങ്ങളുടെ നമ്പറിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് യുവജനങ്ങളുടെ നിരവധി ആത്മഹത്യ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത്തരം സ്ഥാപനത്തിൽ ചെന്ന് അവരുടെ സഹപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ സംസ്ഥാന യുവജന കമ്മീഷൻ ഞങ്ങൾക്ക് സമീപിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെയിൽ ഒന്ന് യുവജന കമ്മീഷന് മുൻപാകെ ഇന്ന വിഷയം എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞ് അയച്ചിരുന്നെങ്കിൽ ആ ആത്മഹത്യ നടക്കില്ലായിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു യുവജന കമ്മീഷൻ ഉള്ള കാര്യം അറിയില്ല എന്നുള്ളതാണ് പ്രധാന ഒരു പരിമിതി. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോടും യുവജന കമ്മീഷന്റെ അംഗങ്ങളും യുവജന കമ്മീഷനും ഇതിന്റെ കോർഡിനേറ്റർമാരും എല്ലാം നടത്തുന്ന പ്രവർത്തനങ്ങളിലും പ്രസംഗങ്ങളിലുമെല്ലാം സംസ്ഥാനത്താകെ യുവജനങ്ങൾക്കിടയിൽ യുവജന കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുക എന്നതാണ് യുവജന കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളിൽ കൂടി യുവജന കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. ഒറ്റ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. വളരെ വിശദമായി തന്നെ സ്വാഗത പ്രസംഗത്തിൽ ആർ രാഹുൽ നമ്മുടെ മെമ്പർ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. സംസ്ഥാന യുവജന കമ്മീഷൻ അതത് കാലത്തെ നമ്മുടെ സംസ്ഥാനത്ത് യുവജനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ അഡ്രസ് ചെയ്യുക എന്ന ഉദ്ദേശം യുവജന കമ്മീഷനുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഇന്ന് പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ലോകത്താകെ യുവജനങ്ങൾക്കിടയിൽ കടുത്ത മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നു എന്നും നിസ്സാരമായ സംഭവങ്ങളിൽ പോലും ആത്മഹത്യ പെരുകുന്ന ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ വർഷം സംസ്ഥാന യുവജന കമ്മീഷൻ കഴിഞ്ഞൊരു 5 വർഷത്ത് സംസ്ഥാനത്ത് നടന്ന ആത്മഹത്യയുടെ ലിസ്റ്റ് എടുത്ത് ആ ആത്മഹത്യ നടന്ന യുവജനങ്ങളുടെ വീടുകളിൽ ചെന്ന് അവരുടെ അടുത്ത കുടുംബങ്ങളുമായി ചേർന്ന് ഒരു സർവേ, ഒരു പഠനം നടത്തുകയും അതിന്റെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഫൈൻഡിങ്സ് വെച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഭാവിയിൽ യുവജനങ്ങളുടെ മാനസിക സമ്മർദ്ദത്തെ ലഘൂകരിക്കാനുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഒന്ന് യുവജന കമ്മീഷൻ ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത്. ഈ വർഷം യുവജന കമ്മീഷൻ നടത്തിയ പ്രധാനപ്പെട്ട പഠനം, രണ്ടാമത്തെ യുവജന കമ്മീഷന്റെ സർവേ, അത് പ്രത്യേകിച്ചറിയാൻ നമ്മുടെ സംസ്ഥാനത്തുള്ള കളമശ്ശേരിയിലെ പൂനെ ഈവയിലെ ഉദ്യോഗാർത്ഥിയായിരുന്ന അന്ന സെബാസ്റ്റ്യന്റെ മരണം നമ്മുടെ മുമ്പിലുണ്ടായതാണ്. കടുത്ത മാനസിക സമ്മർദ്ദം തൊഴിൽ മേഖലയിൽ യുവജനങ്ങൾ, നിങ്ങൾ നാളെ കോളേജിൽ നിന്ന് തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദം, ചൂഷണം, പ്രത്യേകിച്ച് ഗ്ലോബലൈസേഷൻ ഒരു കാലത്ത് വർദ്ധിക്കുകയാണ്. അത്തരം ഘട്ടത്തിൽ കേരളത്തിലെ തൊഴിൽ മേഖലയിലെ മാനസിക സമ്മർദ്ദത്തെ സംബന്ധിച്ചുള്ള പഠനം സംസ്ഥാന യുവജന കമ്മീഷൻ നടത്തി. 5 വ്യത്യസ്ത തൊഴിൽ മേഖലയിൽ ആ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെന്റിന് സമർപ്പിച്ചു കഴിഞ്ഞു. തുടർന്ന് തൊഴിൽ വകുപ്പുമായി ചേർന്നും വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നും വ്യത്യസ്ത മേഖലയിൽ എങ്ങനെയാണ് യുവജന കമ്മീഷന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് യുവജനങ്ങൾക്ക് അനുകൂലമായ നയരൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും എന്നതാണ് യുവജന കമ്മീഷൻ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന യുവജന കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് യുവജന കമ്മീഷൻ നടത്തുന്ന ഇത്തരം വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ പ്രധാനമായും തലസ്ഥാനത്ത് തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും എല്ലാം പിന്തുണ യുവജന കമ്മീഷൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നടക്കുന്നത്. ഈ ചടങ്ങിൽ നമ്മുടെ സംസ്ഥാനത്ത് വ്യത്യസ്ത മേഖലയിൽ മികവ് തെളിയിച്ച നമുക്കെല്ലാം മാതൃകയായ പ്രതിഭകളെയാണ് യൂത്ത് ഐക്കണായി സംസ്ഥാന യുവജന കമ്മീഷൻ 6 വ്യത്യസ്ത മേഖലയിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവരെ ഇവിടെ പരിചയപ്പെടുത്തുക കൊണ്ട് തന്നെ പരിചയപ്പെടുത്തുന്നില്ല. അവർക്ക് യുവജന കമ്മീഷന്റെ അഭിവാദ്യം അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വർഷം മുതൽ യുവജന കമ്മീഷൻ ആരംഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയിലൊന്നാണ് യുവ പ്രതിഭാ പുരസ്കാരം. കാരണം നിസ്സാരമായ സംഭവങ്ങളിൽ പോലും കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ പോയി ആത്മഹത്യ ചെയ്യുന്ന യുവജനങ്ങളെ നമുക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതാ ജീവിതത്തിൽ നമുക്കൊരു പക്ഷെ ശാരീരികമായ വിവിധങ്ങളായ പ്രശ്നങ്ങൾ
ഒരിക്കൽ പോലും സങ്കല്പിക്കാൻ വേണ്ടി പറ്റാത്ത അത്രയും വിഷയങ്ങൾ ശാരീരികമായിട്ടുണ്ടായിട്ട് പോലും ആ പരിമിതിയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തിനും രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് പുരസ്കാരം കൊടുത്ത് അവരൊരു പൊതുവേദിയിൽ വെച്ച് ഈ സംസ്ഥാനത്തിന് പരിചയപ്പെടുത്തി അവരിൽ കൂടി സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മാനസിക കരുത്തുണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സംസ്ഥാന യുവജന കമ്മീഷൻ ഈ വർഷം മുതൽ യുവ പ്രതിഭ പുരസ്കാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ 3 പ്രതിഭകളെയും സംസ്ഥാന യുവജന കമ്മീഷൻ ഈ വർഷം പ്രഖ്യാപിച്ച ആദ്യത്തെ യുവ പ്രതിഭാ പുരസ്കാരത്തിന് അർഹയായ ഈ 3 പ്രതിഭകൾ, അത് ഒരാൾ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയാണ്. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി അവർക്ക് എല്ലാ അഭിവാദ്യം അർപ്പിക്കുകയാണ്.